വളരെ തീവ്രമായ തീഷ്ണമായ ഒരു രംഗമാണ്. എൻ്റെ കരിയറിൽ ഭയങ്കരമായിട്ടൊരു ബൂസ്റ്റ് ഉണ്ടാക്കിയ സിനിമയാണ് വിക്രമാദിത്യൻ. മസ്ലളിയൻ എന്നൊരു മല്ലു സിംഗിന് ശേഷം ആൾക്കാർ എനിക്കൊന്ന് മസ്ലളിൽ നിന്നൊക്കെ അതിലേക്ക് ഒരു ട്രാൻസിഷൻ പീരീഡ് കൂടിയായിരുന്നു. ഞാൻ ആക്ടർ അല്ലെങ്കിൽ ആക്ടിങ് തന്നെയാണ് എൻ്റെ ഫോർട്ട് എന്ന് ഉറപ്പിച്ച ഒരു സിനിമയാണ് വിക്രമാദിത്യൻ. ഒരു കോൺഫിഡൻസ്, ഓവറോൾ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഒറീസ എന്ന സിനിമ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ സിനിമ കൊമേഴ്ഷ്യലി ഭയങ്കര വിജയിക്കുന്നു, പക്ഷേ ക്രിട്ടിക്കലി ഭയങ്കര ഒരു അപ്രിസിയേഷൻ ക്രിട്ടിക്കൽ അക്ലൈം കിട്ടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ഫ്ലോപ്പ് ആയി പോയി പടം. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് മൂവി, എനിക്ക് നല്ല പ്രൗഡ് ഓഫ് ഇറ്റ്. എന്നാൽ ആ സമയത്ത് അഗൈൻ ഞാൻ തിരിച്ച് ഗുജറാത്തിലേക്ക് പോയി. ഞാൻ വിചാരിച്ചു ഇത് ശരിയാവുന്നില്ല, അങ്ങനെ പരാജയപ്പെട്ട അപ്പം ഗുജറാത്തിലേക്ക് പോകണം. എനിക്ക് എൻ്റെ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒറീസ താങ്കളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കടമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് അങ്ങനെ ഒരു കൊമേഴ്ഷ്യലി ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്. സമയം തെറ്റി വന്ന സിനിമയാണോ അത്? ചിലപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി മല്ലു സിംഗ് എന്ന സിനിമയ്ക്ക് ശേഷം വന്ന സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ഒരു ടൈപ്പ് ഓഫ് സിനിമ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഒരു ഇന്ന ടൈപ്പ് ഓഫ് ആക്ടറായി മാറണം എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് എല്ലാ ടൈപ്പ് സിനിമ, ഞാൻ എൻ്റെ കരിയറിലെ എല്ലാ ടൈപ്പ് സിനിമ ചെയ്യണം. വെറൈറ്റീസ് ഇപ്പോഴും അത് തന്നെയാണ്. ലൈക്ക് ഒരു മാസ്റ്റർ പീസ് റിലീസായ അതേ സമയത്താണ് ക്ലിൻറ്റ് എന്ന സിനിമയും വന്നത്. ഇറ്റ്സ് ലൈക്ക് പാരലൽ സിനിമയും ചെയ്യണമെന്നുണ്ട്. മെയിൻ സ്ട്രീം കൊമേഴ്ഷ്യൽ സിനിമകൾ എനിക്കിഷ്ടമാണ്. നമുക്ക് അഭിനയമാണ് നമ്മുടെ. പക്ഷെ ഓരോ സിനിമ വിജയിക്കുന്നതനുസരിച്ച് ഒരു ആക്ടർ ടൈപ്പ് കാസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മല്ലു സിംഗ് എന്നൊരു സിനിമയിൽ ഞാൻ പെട്ടെന്നൊരു ആക്ഷൻ സ്റ്റാർ ആക്ഷൻ ഹീറോ ആക്ഷൻ. പക്ഷേ അതിന് തൊട്ട് മുന്നേ ബോംബെ മാർച്ച് 12 കഴിഞ്ഞിട്ട് ആരും എനിക്ക് അങ്ങനത്തെ സിനിമകൾ തന്നില്ല. എനിക്ക് പെട്ടെന്ന് ഒരു സക്സസ്ഫുൾ ആയ സിനിമ മല്ലു സിംഗ് ആയതുകൊണ്ട് അത്തരം സിനിമകൾ ഫോളോ ചെയ്തു, അത്തരം ക്യാരക്ടേഴ്സ് അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് എടുത്ത സിനിമയായിരുന്നു ഒറീസ. സോ ഐ തോട്ട് ആ ഡിസിഷൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ ആ സമയത്ത് അങ്ങനെ ഉണ്ടായില്ല. ഐ വെൻ ബാക്ക്, ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അഗൈൻ. അപ്പോൾ ലാലു ചേട്ടൻ്റെ 2-3 മിസ് കോൾ കണ്ടു. ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ ലാലു ചേട്ടൻ പറഞ്ഞു ഞാനൊരു സിനിമ എടുക്കുന്നുണ്ട്, പുള്ളിക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ വിക്രമാദിത്യൻ എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മറ്റേ മിത്തോളജിക്കലായ എന്തെങ്കിലും സിനിമയായിരിക്കും. അങ്ങനെയല്ല, ഇങ്ങനൊരു സിനിമയാണ്, നിനക്ക് എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ആര് വില്ലിങ് എന്ന രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. ഞാനൊക്കെ വിചാരിച്ചു മൈ ഗോഡ്. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് കുറച്ച് സമയം വേണം. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഡിസ്റ്റർബ്ഡായി. ഞാൻ കുറച്ച് വെയിറ്റൊക്കെ ഗെയിൻ ചെയ്തു, തടിയനായി മാറി. പുള്ളി പറയുന്ന ഈ മസ്ലളിയൻ എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തിയില്ല. അന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇത് ഇങ്ങനത്തെ ഒരു സിനിമയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു 5-6 മാസം തരൂ, ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരാം. ഞാനൊരു 10-25 കിലോ കുറച്ച് മസ്കുലറൊക്കെ ആയി. 25 കിലോ കുറച്ചു. 25 കിലോസ് കട്ട് ചെയ്തു. 18 പിന്നെ ഉണ്ണി ചെയ്യാറുള്ളത് ഞാൻ എക്സസൈസ് ചെയ്തു. വേറെ എന്തെങ്കിലും എക്സസൈസ്, നല്ല ഭക്ഷണം കഴിക്കാം, നല്ല ഫുഡ്, നല്ല ഭക്ഷണം കഴിക്കും. അതായത് നിങ്ങളുടെ തടി കുറച്ച് മസിൽ കൂട്ടണമെങ്കിൽ ഭക്ഷണം കൂട്ടണം, വർക്കൗട്ട് കൂട്ടണം, നന്നായിട്ട് ഉറങ്ങണം. അങ്ങനെ ഒരു പുതിയ മറ്റേ പ്രോട്ടീൻ ഫുഡൊക്കെ ഒരുപാടുണ്ടല്ലോ, അതൊക്കെ കഴിക്കും. പ്രോട്ടീൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കനും എഗ്സ് അതൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഡയറ്റിൽ. ഇപ്പോൾ ഞാനത് അത്രയും ഇതിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ സമയത്ത് ജസ്റ്റ് വെറും ബോഡിയല്ല ഫിറ്റ്നസ്സും നോക്കി ചെയ്തതാണ്. ബട്ട് നല്ലൊരു തീരുമാനമായിരുന്നു എനിക്ക്. ബിക്കോസ് ഞാൻ ലാലു ചേട്ടനെ പിന്നെ അങ്ങനെ കണ്ടപ്പോൾ പുള്ളി എൻ്റെ ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടി എടുത്ത 6 മാസം വേണമെന്ന് പറഞ്ഞപ്പം ലാലത് പിന്നെ ഒരുപക്ഷെ അതൊരു ധാർഷ്ട്യമായിട്ടോ അഹങ്കാരമായിട്ടോ കണ്ടു? ഇല്ല, ലാലു ചേട്ടൻ പറഞ്ഞു ഇമ്മീഡിയറ്റ് ഒന്നുമില്ല, സമയമുണ്ട്. അപ്പോൾ ഞാനും പിന്നെ വിചാരിച്ചു ഇനി അഗെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു സിനിമ വൃത്തിയായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വേറെ സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്തില്ല ആ സമയത്ത്. ഇതിനു വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തു. ബിക്കോസ് ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു പയ്യൻ ചെറുപ്പം തൊട്ട് പോലീസ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ വിക്രമിൻ്റെ ലൈഫ് അതാണ്. സോ വെൻ ഹീസ് 20-21 അങ്ങനെ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കണം, ഒരു പെർഫെക്റ്റ് ജെന്റിൽമാനായി നിൽക്കണം. ബോഡി അതിനനുസരിച്ച് ഡെഫിനറ്റ്ലി. ഒരു 10 വയസ്സ് തൊട്ട് ഒരാൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം 21-ാം വയസ്സിൽ ഞാൻ പോലീസായിരിക്കുന്നു. സോ ആ 10 ഇയേഴ്സ് അവൻ്റെ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യണം, ആ ആറ്റിറ്റ്യൂഡിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്ക് അത്രയും സമയം കിട്ടി, അത് എൻ്റെ ഭാഗ്യമാണ്.